ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. നേപ്പാളിൽ ചെറുവിമാനം തകർന്നു വീണ് 18 പേർ മരിച്ചു. ശൗര്യ എയർലൈൻസിന്റെ വിമാനമാണ് തകർന്നു വീണത്. വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയരുന്നതിനിടെയായിരുന്നു അപകടം. 19 പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. പൈലറ്റിനെ പരിക്കുകളോടെ ആശുപത്രിയിലേക്ക് മാറ്റി എന്നാണ് വിവരം. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ചേരുന്നു. ബൽറാം, എന്താണ് അപകടത്തിന്റെ കാരണം എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? ത്രിഭുവൻ വിമാനത്താവളത്തിൽ നിന്ന് പുക ഉയരുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. വിമാനത്താവളം താൽക്കാലികമായി അടച്ചു എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? വിജയകുമാർ, ഇപ്പോൾ വിമാനാപകടവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം എന്നുള്ളത് ഈ അപകടത്തിൽ 18 പേർ മരിച്ചതായി ഔദ്യോഗിക സ്ഥിരീകരണം ആയിരിക്കുന്നു. സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഓഫ് നേപ്പാൾ ആണ് ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം നടത്തിയിരിക്കുന്നത്. 18 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ഒരാൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നാണ്. ഇയാളെ ഈ അപകടമുണ്ടായ വിമാനത്താവളത്തിൽ നിന്നും ഹെലികോപ്റ്ററിൽ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു എന്നാണ് ഈ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. ഇത് വിമാനത്തിന്റെ പൈലറ്റിനെയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇന്ന് രാവിലെ 11:13 കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. ഈ കാഠ്മണ്ഡുവിൽ നിന്നും പൊക്രയിലേക്ക് പോവുകയായിരുന്ന വിമാനം റൺവേയിലൂടെ പറന്നുയർന്ന ഉടൻ തന്നെ തെന്നി നീങ്ങി നിലത്ത് തകർന്ന് വീഴുകയായിരുന്നു. ഉടൻ തന്നെ ഈ വിമാനത്തിന് തീപിടിച്ചു. വിമാനത്തിൽ 17 യാത്രക്കാരും 2 ക്രൂ അംഗങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ഈ 17 യാത്രക്കാരിൽ 16 പേരും നേപ്പാൾ സ്വദേശികളാണ് എന്നും അതിലൊരു സ്ത്രീ ഉൾപ്പെടുന്നു എന്നുമാണ് വിമാന കമ്പനി ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട ഈ യാത്രക്കാരുടെ വിവരങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. വിമാന അപകടത്തിന്റെ കാരണം എന്ത് എന്നുള്ളത് വ്യക്തമല്ല. ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി KP ശർമ്മ ഓലി അധികൃതരിൽ നിന്നും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നേരിട്ട് ഇപ്പോൾ ഈ അപകടമുണ്ടായ സ്ഥലം സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപകടത്തിന്റെ കാരണം സംബന്ധിച്ച് അല്പസമയത്തിനകം തന്നെ ഔദ്യോഗിക വിശദീകരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിജയകുമാർ, അപകടത്തിൽ 18 പേരാണ് മരിച്ചത്. പൈലറ്റിന് പരിക്കുകളോടെ ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തിന് കാരണം എന്താണ് എന്നത് സംബന്ധിച്ച വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമല്ല. പ്രധാനമന്ത്രി നേരിട്ട് വിമാനത്താവളത്തിലേക്ക് വരുന്നുണ്ട്. അല്പസമയത്തിനകം ഒരുപക്ഷെ കൂടുതൽ വിവരങ്ങൾ അവിടെ ഒന്ന് വരും. ത്രിഭുവൻ വിമാനത്താവളം താൽക്കാലികമായി അടച്ചിരിക്കുകയാണ് എന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.